ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കേരളത്തിൻ്റെ വളരെ മനോഹരമായ ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേരളം എത്ര മനോഹരമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മനോഹരമായ കേരളം ഇപ്പോൾ പിക്ചറുകളിൽ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. ഇപ്പോൾ എവിടെ നോക്കിയാലും വേസ്റ്റുകൾ മാത്രമാണ് അല്ലേ. ജലാശയങ്ങളിലാണെങ്കിലും മറ്റെവിടെ നോക്കിയാലും വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉയരുന്ന പുക മൂലം ശ്വാസം മുട്ടുന്ന ജീവജാലങ്ങൾ. പ്ലാസ്റ്റിക്കും ഖരമാലിന്യങ്ങളും വലിച്ചെറിഞ്ഞത് മൂലം ഒഴുക്കുനിലച്ച ജലാശയങ്ങൾ. അപ്പോൾ ഈ 2 പിക്ചറുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ഇത്തരം സന്ദർഭങ്ങളും അവയുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പട്ടികപ്പെടുത്തുക. അപ്പോൾ ഒരു സന്ദർഭം തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കുന്നു, അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പുക മൂലം വായു മലിനമാകുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്ന സന്ദർഭങ്ങളാണ്. 1. ഹോട്ടലുകളിൽ നിന്നുള്ള മലിനജലം നദികളിലേക്ക് ഒഴുക്കിവിടുന്നു. ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ജലമലിനീകരണം ജലസസ്യങ്ങളെയും ജലജീവികളെയും ബാധിക്കുന്നു. അടുത്ത സന്ദർഭം നോക്കാം. ഗാർഹിക മാലിന്യങ്ങൾ കത്തിക്കുന്നു. ഗാർഹിക മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ പുകയുണ്ടാകുന്നുണ്ട് അല്ലേ. ഇത് ചുമ, ശ്വാസമുട്ട് എന്നിവ അനുഭവപ്പെടാൻ കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇനി മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. മാലിന്യങ്ങൾ കത്തിക്കലും വായു മലിനീകരണവും. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തുമ്പോൾ എന്തൊക്കെ പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്? പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡ്, ഡയോക്സിനുകൾ മുതലായവയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി പ്ലാസ്റ്റിക്കും മറ്റും കത്തിക്കുമ്പോൾ കത്തിത്തീരാതെ അവശേഷിക്കുന്ന വസ്തുക്കളും ഉണ്ടാകില്ലേ? മഴ പെയ്യുമ്പോൾ ഈ അവശിഷ്ടങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കൽ. അത് കത്തിക്കുമ്പോൾ അതിൽ നിന്നും പുകയുണ്ടാവുന്നുണ്ട് അല്ലേ. അത് വായുവിലേക്ക് കലരും. അത് നമ്മൾ മനുഷ്യനുൾപ്പെടെയുള്ള സസ്യങ്ങളും ജന്തുക്കളൊക്കെ ശ്വസിക്കും. അതുമൂലം നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ അതുപോലെ തന്നെ കത്തിത്തീരാത്ത അവശിഷ്ടങ്ങളാണെന്നുണ്ടെങ്കിൽ ജലത്തിലേക്കാണ് ലയിക്കുന്നതെങ്കിലോ അത് ആ ജലം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുമ്പോഴും അത് നമ്മൾ മനുഷ്യരിലേക്കാണ് വന്നു ചേരുന്നത്. മലിനമായിട്ടുള്ള ജലം കുടിക്കുന്ന മൂലം മനുഷ്യർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്തത്, ഈ കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ മണ്ണിലേക്കാണ് ലയിക്കുന്നതെങ്കിലോ സസ്യങ്ങളുടെ ജന്തുക്കളുടെയും ആവാസ വ്യവസ്ഥയെ ബാധിക്കും. ഇനി നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല വിളവൊക്കെ കിട്ടാത്തൊരവസ്ഥയൊക്കെ വരും അല്ലേ. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന പുക, കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ വായു, മണ്ണ്, ജലം, ജീവജാലങ്ങൾ എന്നിവയെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ആ ചിത്രത്തിലൂടെ വിശകലനം ചെയ്തത്. ഇനി പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ എന്തൊക്കെ രാസവസ്തുക്കൾ ഉണ്ടാകും? ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ രാസവസ്തുക്കൾ മനുഷ്യർക്കുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് തന്നിരിക്കുന്ന പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ, അതായത് കാർബൺ മോണോക്സൈഡ്. ഇനി അത് മനുഷ്യർക്കുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുമെന്ന് പറഞ്ഞു, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മൾക്ക് തലവേദനയും ക്ഷീണവും കാഴ്ചമങ്ങലും അതുപോലെ തന്നെ ഓർമ്മക്കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന്. ഇനി അതിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിലോ മരണം പോലും ഉണ്ടാകാനുള്ള കാരണം ആവുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് സൾഫർ ഡയോക്സൈഡ്. ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ അടുത്തത് പറയുന്നത് ഏതാ? സൾഫർ ഡയോക്സൈഡ് ആണ്. അത് നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ സൾഫർ ഡയോക്സൈഡൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തെയും ശ്വാസകോശത്തെയും സംബന്ധിക്കുന്ന അസുഖങ്ങൾക്ക് കാരണമാകുന്നു. നൈട്രജൻ ഡയോക്സൈഡ് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇനി അടുത്താണ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ. ഇനി ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ, അലർജി, ആസ്മ, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഇനി പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. കണ്ണിന് ചൊറിച്ചിലുണ്ടാവും, അതുപോലെ തന്നെ തൊണ്ടയ്ക്കായാലും ചൊറിച്ചിലും അലർജിയൊക്കെ ഉണ്ടാവും, പിന്നെ ആസ്മ, ശ്വാസകോശ ക്യാൻസറൊക്കെ ഉണ്ടാകാനുള്ള കാരണമാകുന്നു എന്ന്. ഈ നെക്സ്റ്റ് ആണ് ഡയോക്സിനുകൾ. ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ഈ വായുവിൽ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ.
അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡ്, പിന്നെ ഡയോക്സിനുകളൊക്കെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇനി വായു മലിനീകരണം മൂലം വായുവിലെ ഘടകങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ? വായു മലിനീകരണം ഉണ്ടാകുമ്പോൾ വായുവിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണോ അതിനൊക്കെ മാറ്റം സംഭവിക്കും. അടുത്തത് വായുവിലെ ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വായുവിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അവയുടെ അളവുകൾ താഴെ നൽകിയ പൈ ഡയഗ്രത്തിൽ നിന്നും കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് തന്നിട്ടുള്ള പൈ ഡയഗ്രം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നത് അല്ലേ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ ഉണ്ട്, പിന്നെ മറ്റുള്ളവ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് ആൻസർ ചെയ്യാം. അന്തരീക്ഷ വായുവിൽ ഏതെല്ലാം ഘടകങ്ങളുണ്ട്? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് എഴുതാം നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റുള്ളവയിൽ വരുന്നതാണ് ആർഗൺ, ഓസോൺ, ഹീലിയം, ക്രിപ്റ്റൺ, ഹൈഡ്രജൻ, സെനോൺ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ കാണുന്ന ഘടകം ഏതാണ്? ഇതിൽ ഏറ്റവും കൂടുതൽ 78% വന്നിരിക്കുന്നത് നൈട്രജൻ ആണ്. അപ്പോൾ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? ഇവിടെ ഓക്സിജൻ തന്നിരിക്കുന്നത് 21% അല്ലേ. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൈ ഡയഗ്രം വിശകലനം ചെയ്ത് തന്നിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വായുവിലെ ഘടകങ്ങൾ നൈട്രജന്റെ അളവ് പറഞ്ഞിട്ടുണ്ട് 78%. ഇനി നമുക്ക് അടുത്ത് എഴുതാം. ഓക്സിജൻ 21%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, മറ്റുള്ളവ എന്ന് പറയുന്നത് 0.96%. ഇതിൽ നിന്ന് നമുക്ക് വായുവിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ അളവുകൾ ഏതൊക്കെയാണെന്നും നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി അടുത്ത് ഇവിടെ നോക്കാനുള്ളത്, ഇവിടെ അടുത്തൂടെ പറഞ്ഞിട്ടുള്ളത് അന്തരീക്ഷ വായുവിൽ രാസവസ്തുക്കൾ കലരുമ്പോൾ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവുകൾക്ക് മാറ്റം വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ രാസവസ്തുക്കളാണ് കലരുന്നത്, അപ്പോൾ ഈ പറയുന്ന ഘടകങ്ങളുടെ അളവുകൾക്ക് മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാനുള്ളത് വായു മലിനീകരണത്തെക്കുറിച്ചാണ്. നമുക്കത് നോക്കാം. അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായു മലിനീകരണം സംഭവിക്കുന്നത്. അപ്പോൾ വായു മലിനീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും അതേപോലെ തന്നെ രാസവസ്തുക്കളും കലരുമ്പോഴാണ് വായു മലിനമാകുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന്. അപ്പോൾ വായു മലിനീകരണത്തിന് കാരണമാകുന്നതാണ് ഭൂകമ്പം, അതേപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനം, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളായിട്ടുള്ള കാട്ടുതീയൊക്കെ വായു മലിനീകരണത്തിന് കാരണമാകുന്നു. മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായു മലിനീകരണത്തിന്റെ പ്രധാന കാരണം. ഇവിടെ ഇപ്പോൾ വായു മലിനീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുണ്ടാവാനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും പഠിക്കണം കേട്ടോ. ഇപ്പോൾ വസ്തുക്കൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇത് കൂടാതെ മറ്റേതെല്ലാം രീതിയിലാണ് വായു മലിനമാകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അടുത്തത് പാചക ഇന്ധനങ്ങളും വായു മലിനീകരണവും. പാചകത്തിന് ഏതൊക്കെ തരം അടുപ്പുകൾ ഉപയോഗിക്കാറുണ്ട്? താഴെ കൊടുത്തിട്ടുള്ള അടുപ്പുകളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അടുപ്പ് തന്നിട്ടുണ്ട്. വിറകടുപ്പ് ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് വിറകാണ്. മണ്ണെണ്ണ സ്റ്റൗവിൽ ഉപയോഗിക്കുന്ന ഇന്ധനം മണ്ണെണ്ണയും, ഗ്യാസ് സ്റ്റൗവിൽ ഉപയോഗിക്കുന്നത് LPG അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ആണ്. വിറക്, മണ്ണെണ്ണ, പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വിവിധ രാസവസ്തുക്കൾ പുറന്തള്ളുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് പ്രധാനമായും പുറത്തുവരുന്നത്. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം കത്തിക്കുമ്പോൾ അതിൽ നിന്നും എന്ത് പുറത്തേക്ക് തള്ളുന്നുണ്ട്? രാസവസ്തുക്കളും പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ തുടങ്ങിയ രാസവസ്തുക്കളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവ അമിതമായി ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി ഇവിടെ അടുത്ത് പറയുന്നത് പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണം നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? അപ്പോൾ നമുക്കിതിൽ ഇവിടെ എന്തൊക്കെ എഴുതാം? ചിമ്മിനി നിർമ്മിക്കൽ, അതുപോലെ തന്നെ മതിയായ വെന്റിലേഷൻ. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ദിവസവും അടുപ്പ് വൃത്തിയാക്കുക. ഈ ഒരു പോയിന്റ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അടുക്കളയിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ വാഹനങ്ങളിലും നാം പലതരം ഇന്ധനങ്ങൾ ഉപയോഗിക്കാറില്ലേ? വാഹനങ്ങളിൽ നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ പെട്രോള്, ഡീസല്, CNG എന്ന് പറയുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈദ്യുതി.
ഇനി അടുത്തത് നോക്കാനുള്ളതാണ് വാഹനങ്ങളും വായു മലിനീകരണവും. വാഹനങ്ങൾ എങ്ങനെയാണ് വായു മലിനീകരണത്തിന് കാരണമാകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുമ്പോഴും സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ എന്നിവ പുറത്തു വരുന്നുണ്ട്. ഇവ വായുവിൽ കലരുന്നതും വായു മലിനീകരണത്തിന് ഇടയാകുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസപദാർത്ഥങ്ങളൊക്കെ തന്നെയാണ് ഇത്, അല്ലേ? ഇതൊക്കെ തന്നെയാണ് വാഹനങ്ങളുടെ പുകയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതും വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന്. ഇനി അടുത്തത് കേരളത്തിലെ വാഹന പെരുപ്പം. കേരളത്തിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ 2013 മുതൽ ഉണ്ടായ മാറ്റമാണ് താഴെ ബാർ ഡയഗ്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 2013 വാഹനങ്ങളുടെ എണ്ണം ഏകദേശം എത്രയായിരുന്നു? ഇവിടെ എത്ര കൊടുത്തിരിക്കുന്നത്? 80 ലക്ഷമാണ് തന്നിരിക്കുന്നത്, അല്ലേ? 2023 വാഹനങ്ങളുടെ എണ്ണം എത്രയായി? 2023 വന്നപ്പോൾ 1,63,00,000 മാറിയത്. 2013 നിന്ന് 2023 ആയപ്പോഴേക്കും വാഹനങ്ങളുടെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് വന്നത്? ഇവിടെ വാഹനങ്ങളുടെ എണ്ണം കൂടുകയാണ് ചെയ്തത്, അല്ലേ? എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ട്? ഇവിടെ 83 ലക്ഷത്തിൻ്റെ ഒരു ചേഞ്ചാണ് വന്നിട്ടുള്ളത്, അല്ലേ? അടുത്ത് നോക്കാം, പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വർധനവ് വായുവിനെ എങ്ങനെയാണ് ബാധിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? വാഹനങ്ങൾ പുറന്തള്ളുന്ന പുകയിൽ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് പോലുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇത് വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാവുന്ന സ്വകാര്യ വാഹനങ്ങളിൽ ഒരാൾ മാത്രം യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് കഴിയുന്നതും ഒഴിവാക്കേണ്ടതല്ലേ? സ്വകാര്യ വാഹനങ്ങളെക്കാൾ പൊതുവാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. സൈക്കിൾ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് എങ്ങനെ ഗുണകരമാകും? അതാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൈക്കിൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നതെന്ന്. ഒന്നാമത്തത്, ഈ സൈക്കിളിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലേ? മനുഷ്യൻ്റെ ആ ഒരു എനർജിയിലാണ് ആ ഒരു സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് മലിനീകരണങ്ങളൊന്നും ഉണ്ടാവണില്ല. അതുകൂടാതെ നമുക്ക് ആരോഗ്യത്തിന് ഗുണകരവുമാണ് സൈക്കിൾ ചവിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇത്രയും കാരണങ്ങളൊക്കെയാണ് സൈക്കിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെയധികം ആവശ്യമായി വന്നിരിക്കുകയാണ്, അല്ലേ? അടുത്തതാണ് പുക പരിശോധന. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. പുക പരിശോധനാ കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പുക പരിശോധിക്കുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഇതുപോലെ ഒരു ചിത്രം. അപ്പോൾ വാഹനങ്ങളുടെ പുക എന്തിനാണ് പരിശോധിക്കുന്നതെന്ന്, അതിൻ്റെ ഗുണങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത്. അപ്പോൾ എന്തിനാ പുക പരിശോധന നടത്തുന്നത്? ആ പുകയിൽ ഇതിൽ കുറേ ഘടകങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും അളവ് പാടുള്ളൂ എന്നൊക്കെ. അതിൽ കൂടുതൽ എന്തെങ്കിലും രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുക പരിശോധന നടത്തുന്നത്. എഞ്ചിൻ തകരാർ, കാലപ്പഴക്കം, ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അത് കൂടാതെ തന്നെ ഈ വാഹനങ്ങളുടെ എഞ്ചിന് തകരാറുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ കാലപ്പഴക്കം എത്രയാണ്, പിന്നെ ഇന്ധനങ്ങളുടെ മായം തുടങ്ങിയവയൊക്കെ ഈ വാഹന പുക പരിശോധനയിലൂടെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. വാഹനങ്ങളുടെ ഈ പുക പരിശോധനയിലൂടെ തന്നെ വായു മലിനീകരണം കുറയ്ക്കാനും സാധിക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, പുക പരിശോധന എങ്ങനെയാണ് വായു മലിനീകരണം കുറയ്ക്കാൻ സഹായകമാകുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് തൊട്ടുമുകളിലുള്ള പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. അത് എഴുതിയാൽ മതി കേട്ടോ. ഇതോടുകൂടി ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.